വെൽക്കം സ്റ്റുഡൻസ്. ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസിങ് കോഷി റെസിഡ്യൂ തിയറം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ്. ഈ ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് എന്താണ്, ഒരു റിയൽ ഇൻ്റഗ്രലിൻ്റെ കേസാണ് പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് ഈ ഒരു CRT വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു ഫോം പറഞ്ഞപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π എന്ന് പറയുന്ന ഒരു ഫോം പറഞ്ഞപ്പോൾ നമ്മളൊരു എടുത്ത കണ്ടൂർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സർക്കിളായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു ഹാഫ് സർക്കിൾ കണ്ടൂറാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് സർക്കിൾ കണ്ടൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിൽ ഈ ഒരു -r എന്ന് പറയുന്നത് ഇതെന്താണ്, ഒരു റിയൽ പാർട്ടിൻ്റെ കേസാണല്ലേ, റിയൽ ഇൻ്റഗ്രൽസിൻ്റെ കേസാണ് അവിടെ പറയുന്നത്. ഈ ഒരു പാർട്ട് വരുമ്പോൾ എന്താണ്, കോംപ്ലക്സ് പാർട്ടും വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എഫ് എക്സ് എന്ന് പറയുന്ന ഇൻ്റഗ്രലിനെ നമ്മൾ ആദ്യം കോംപ്ലക്സ് ഫോമിലേക്ക് മാറ്റുക, ദാറ്റ് ഈസ് FZ മാറ്റുക. അതിനുശേഷം നമ്മൾ കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ FZ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ കൺസിഡർ ചെയ്യുന്ന കണ്ടൂർ എന്ന് പറയുന്നത് ഹാഫ് സർക്കിൾ കണ്ടൂറാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷനും വരുന്നുണ്ട്, കൂടാതെ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ ദിസ് ക്ലോസ്ഡ് പാത്ത് FZ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ട് ചേർന്നിട്ടാണ്, രണ്ട് ഇൻ്റഗ്രൽ ചേർന്നിട്ടാണ്. ഒന്ന് CR എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിനെ ഞാൻ CR എന്ന് കൊടുക്കുന്നു. CR FZ പ്ലസ് അടുത്ത പാർട്ട് എന്താണ്, ഇത് ഒരു പാർട്ട്, ഇത് അടുത്ത പാർട്ട്, ഇത് അതെന്താണ്, അതിൻ്റെ ലിമിറ്റ് വരുന്നത് -r to r fx dx. അപ്പോൾ രണ്ട് ഇൻ്റഗ്രൽ ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഹാഫ് സർക്കിൾ കണ്ടൂറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ രണ്ട് ഇൻ്റഗ്രൽ ചേർന്നിട്ടാണ്. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ FZ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 2πi സമ്മേഷൻ ഓവർ k is equal to 1 to n റെസിഡ്യൂ FZk. ഇപ്പോൾ ZK എന്ന് പറഞ്ഞ അറ്റ് പോയിന്റിൽ റെസിഡ്യൂ നമ്മൾ എത്രയാണോ പോയിൻറ്റ്സ് ഉള്ളത്, അതായത് സിംഗുലർ പോയിൻറ്റ്സ് ഉള്ളത്, അതിൻ്റെ എല്ലാ റെസിഡ്യൂവിൻ്റെ സം എടുക്കുന്നു, ഇൻറ്റു 2π നമ്മൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാകും. എക്സാമ്പിൾ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/x² - 2x + 2 × dx. ഇപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇതിനെ നേരെ കോംപ്ലക്സ് ഇൻ്റഗ്രലിലേക്ക് മാറ്റുകയാണ്. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C, ഇവിടെ x² - 2x, അതിനൊക്കെ പകരം എന്ത് എഴുതും, z² - 2z + 2 × dz. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടൂർ എന്താണ്, ഒരു ഹാഫ് സർക്കിൾ കണ്ടൂറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, 0യിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് Z1 Z2 നമ്മൾ കണ്ടുപിടിക്കുക, അതായത് നമ്മുടെ സിംഗുലർ പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് z² - 2z + 2 = 0. ഈ ഒരു ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആ ഒരു സിംഗുലർ ടേമിൽ എങ്ങനെ എഴുതാം, z - z1 × z - z2 = 0 ആണ് അല്ലേ. അതായത് അറ്റ് z = z1, അതുപോലെ തന്നെ അറ്റ് z = z2. ഈ രണ്ട് പോയിന്റിൽ എന്താണ്, ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, അത് സിംഗുലർ പോയിൻറ്റ്സ് ആണ്, ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ് ആ പർട്ടിക്കുലർ പോയിന്റിൽ എന്നാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ Z12 കണ്ടുപിടിക്കാനായിട്ട്, Z1 Z2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ -b ± (b²- 4ac/2a) യൂസ് ചെയ്യുന്നു. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് Z1 Z2 കിട്ടുന്നത് 1 + i ആൻഡ് 1 - i ആണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടൂർ എന്ന് പറയുന്നത് ഒരു ഹാഫ് സർക്കിൾ കണ്ടൂറാണ്. അപ്പോൾ 1 + i എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് 1, ആൻഡ് ഈ ഒരു പാർട്ട് എന്താണ്, i, കോംപ്ലക്സ് പാർട്ട്, ഇത് റിയൽ പാർട്ട്. അപ്പോൾ 1 + i എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. then അടുത്ത 1 - i എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റെപ്ലിക്കയാണ്, മിറർ ഇമേജ് ആണ്, ഈ ഒരു ഭാഗത്തായിട്ട് വരും. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടൂറിന് ഉള്ളിലുള്ള ഇൻസൈഡ് ആയിട്ടുള്ള ആ ഒരു സിംഗുലർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ Z1 ആണ്. Z2 എന്ന് പറയുന്നത് ആ റീജിയന് ഔട്ട്സൈഡാണ്. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, Z1 മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, റെസിഡ്യൂ കണ്ടുപിടിക്കാം അറ്റ് Z1. സോ റെസിഡ്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, ലിമിറ്റ് z ടെൻസ് ടു Z1. റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നമ്മൾ ചെയ്താണ്. ലിമിറ്റ് z ടെൻസ് ടു Z1, z - z1 × 1/z - z1 × z - z2, and these two can be cancelled. ബാക്കി വരുന്നതാണ് ലിമിറ്റ് z ടെൻസ് ടു Z1 1/z - z2. അപ്പോൾ എന്താണ്, ലിമിറ്റ് z ടെൻസ് ടു Z1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ z-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, Z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 1/z - z2. അപ്പോൾ Z1ൻ്റെയും Z2ൻ്റെയും വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2i എന്നാണ്.
അപ്പോൾ റെസിഡ്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇതാണല്ലേ, ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കേസാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു റെസിഡ്യൂ. അപ്പോൾ റെസിഡ്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇൻറ്റു 2πi ചെയ്താൽ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ഇൻ്റഗ്രലാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണ്? ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2πi ഇൻറ്റു 1/2i, അതായത് റെസിഡ്യൂ വിച്ച് ഇസ് ഈക്വൽ ടു പൈ എന്ന് കിട്ടി. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഇത് 2 പാർട്ട് ചേർന്നിട്ടാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ റിയൽ ഇൻ്റഗ്രൽ, ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് എന്താണ്? ഇതും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇതെന്ന് പറഞ്ഞാൽ 1/z² - 2z + 2 ഇൻറ്റു z എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡ് എടുക്കുകയാണെങ്കിൽ മോഡ് I1 എന്ന് പറഞ്ഞാൽ ഇതിന് I1 ഇത് I2. മോഡ് I1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ Ri, അതായത് ഈ സെഡിന് ഇത് ഈ ഒരു ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഈ സെഡിന് ഞാൻ R ഇൻറ്റു e⁻i⁻θ എന്ന് കൊടുക്കുന്നു. ഡി സെഡിന് R ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സെഡ് ഈക്വൽ ടു Ri e⁻i⁻θ dθ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഡി സെഡ് ബൈ z² - 2z + 2 ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഡി സെഡിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ z² ഇവിടെ സെഡിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മോഡ് എടുക്കുന്നു. മോഡ് എടുത്തു കഴിഞ്ഞിട്ട് ലിമിറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ദറ്റ് ഈസ് r ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കണം. ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി, then this one, then again limit r tends to infinity, this limit. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ r tends to and we are taking the mode of this integral. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതെന്ന് പറഞ്ഞാൽ r tends to infinity കൊടുക്കുമ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ 0 ആകും. ദാറ്റ് ഈസ് I1 എന്ന് പറഞ്ഞ് 0 ആകും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ഈക്വലാണ്, ഇതിന് ഈക്വലാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? ലിമിറ്റ് r tends to infinity. ഈ ഇൻ്റഗ്രൽ എന്തായിരുന്നു? ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എന്താണ്? ക്വസ്റ്റ്യനിൽ ഇതാണ് ഇൻ്റഗ്രൽ അല്ലേ? അപ്പോൾ 1/x² - 2x + 2 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ പൈ കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ ടു +∞. അതായത് ലിമിറ്റ് ആറിന് എന്ത് കൊടുത്തു? ഇൻഫിനിറ്റി കൊടുത്തു. ലിമിറ്റ് -∞ ടു +∞ ഡി എക്സ് ബൈ x² + 2x + 2 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു പൈ. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് എക്സാമ്പിൾ, സെക്കൻഡ് എക്സാമ്പിൾ, ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു, ഈ ഇൻ്റഗ്രലിനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി cos x ഡിവൈഡ് ബൈ x² + 1 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ cos xന് പകരം ഞാൻ e⁻iz കൊടുക്കുകയാണ്. കാരണം e⁻iz എന്ന് പറഞ്ഞാൽ e⁻i x + iy ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻ix ഇൻറ്റു e⁻−i എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ e⁻−i ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. e⁻ixനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് cos x + i sin x. അപ്പോൾ e⁻−i - y എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ, ഈ ഒരു റിയൽ പാർട്ടാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ y പാർട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ y പാർട്ട് 0 ആണെങ്കിൽ നമുക്ക് ഇത് മാത്രം എടുത്താൽ മതി, ഈ ഒരു വാല്യൂ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി, ഈ ഒരു പാർട്ട് മാത്രം. സോ cos x + i sin x. അപ്പോൾ റിയൽ, അതായത് ഞാൻ ഇവിടെ y കൊടുക്കാൻ കാരണം റിയൽ ആക്സിൽ y 0 ആണ്. ഓക്കെ, അപ്പോൾ cos x + i sin x. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? റിയൽ പാർട്ടാണെങ്കിൽ ഇവിടെ cos x വരും. ഇനിയിപ്പം ഇമാജിനറി പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ i sin x വരും. അപ്പം നമ്മളിവിടെ എന്താണ്? റിയൽ പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ cos x എന്ന് കൊടുക്കുന്നത്. സോ cos xന് പകരം എന്ത് കൊടുക്കാം? e⁻iz എന്ന് കൊടുക്കാം. സോ cos xന് പകരം e⁻iz എന്ന് കൊടുത്തു. ദെൻ ഡി എക്സിന് പകരം dz ഡിവൈഡഡ് ബൈ z² + 1 കൊടുത്തു. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? z² + 1നെ z+1 ഇൻറ്റു z-1 അല്ലേ? അത് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ z1 ആൻഡ് z2 നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ z1 ആൻഡ് z2 സിംഗുലർ പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പം ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ z² ഇസ് ഈക്വൽ ടു എന്ത് വരും? +or-i വരും, അതായത് -1 വരും. സോ ഇതിനെ നമുക്ക് +or-i എന്ന് എഴുതാനായിട്ട് പറ്റും. z² ഇസ് ഈക്വൽ ടു -1. സോ z ഈസ് ഈക്വൽ ടു √(-1) അല്ലേ? ദാറ്റ് ഈസ് +or-i വരും. സോ z1 ഈക്വൽ ടു i ആൻഡ് z2 ഈക്വൽ ടു -i എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്തത്? ഈ ഒരു റീജിയനാണ്, ഹാഫ് സർക്കിളാണ്.
പൈ എന്ന് പറയുന്ന പോയിൻറ്റ് ഇവിടെയാണുള്ളത്. -i എന്ന് പറയുന്ന പോയിൻ്റ് എവിടെ വരും? -i ഇതിന് ഈ റീജിയന് എന്തായാലും ഔട്ട്സൈഡ് ആയിട്ടാണ് വരുന്നത്. സോ ഇത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ഒരു പോയിൻ്റ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. സോ 2πi ഇൻറ്റു റെസിഡ്യൂ fi. ഇപ്പോൾ 2πi ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു i e to the power iz by z plus z2. ഇനി ഇപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ടായിരുന്നു? ഇവിടെ ഓൾറെഡി ഒരു z മൈനസ് z1 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ എന്താണ്? z മൈനസ് z1 ഉണ്ട്. അപ്പോൾ രണ്ട് ക്യാൻസലായി പോയി കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ 2πi ഇൻറ്റു e to the power i z എന്താണ്? i ആണ്. സോ ഇൻറ്റു i ഡിവൈഡ് ബൈ z എന്ന് പറഞ്ഞാൽ എന്താ? z ടെൻസ് ടു i ആണല്ലേ. സോ z-ന് ഇത് കൊടുക്കാം, i കൊടുക്കാം. z2 എന്ന് പറഞ്ഞാൽ എന്താണ്? i ആണ്. സോ ഇവിടെ മൈനസ് വന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്ലസ് ആയത്. ദെൻ ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് π/e കിട്ടും. π/e. ഇനി സോ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ട് കൺസിഡർ ചെയ്യുന്നതാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. സോ ദിസ് ടു പാർട്ട് വിച്ച് ഈസ് ഈക്വൽ ടു π/e നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്തിനെ ഇവാലുവേറ്റ് ചെയ്യണം? ഈ ഒരു പാർട്ടിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പോൾ ഐ ചെയ്യുമ്പം i1 ഈസ് ഈക്വൽ ടു നേരെ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് e to the power i z-ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, dz-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, z2-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ദിസ് മോഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ മോഡിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നതിനേക്കാളും എന്തായാലും സ്മോൾ ആയിരിക്കും ഈ ഒരു മോഡ് i1 എന്ന് പറയുന്നത്. ദെൻ വി ആർ ഗിവിങ് ദി ലിമിറ്റ്, ദാറ്റ് ഈസ് r ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എടുക്കുമ്പോൾ നമുക്ക് 0 പാർട്ട് കിട്ടും. അപ്പോൾ ബാക്കി വരുന്ന എന്താണ്? നമ്മുടെ റിയൽ പാർട്ടാണ്. ഈ പാർട്ട് 0 ആകുവാണ്, ബാക്കി ഈ ഒരു പാർട്ടാണ് എടുക്കുന്നത്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി -r to r cos x ഡിവൈഡ് ബൈ x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു π/e. ദാറ്റ് ഈസ് r ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cos x ഡിവൈഡ് ബൈ x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ π/e കിട്ടും.